ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. സോ ഇന്നത്തെ വ്ളോഗിൽ ഇറ്റ് ഇസ് എ ഗെറ്റ് റെഡി വിത്ത് മീ വ്ളോഗ്. ഞാൻ ഈ ഗെറ്റ് റെഡി ചെയ്തിട്ട് ഞാൻ പോകുന്നത് മൂവി കാണാൻ വേണ്ടിയിട്ടാണ്. അത് PVR ലുലുവിൽ സിറ എന്ന് പറഞ്ഞൊരു തമിഴ് മൂവിയാണ്. ആക്ച്വലി എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അടിപൊളി മൂവിയാണ്, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നോക്കുന്ന സമയത്ത് ബുക്ക് ചെയ്യുമ്പോൾ ടിക്കറ്റ് അത്ര ബുക്കായി പോയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു നന്നായിരിക്കില്ലേ എന്നുള്ളൊരു ആ ഒരു ഇതിലാണ് പോയതെങ്കിലും മൂവി സൂപ്പർ മൂവിയാണ്. സോ ഫസ്റ്റ് ഞാൻ ഫൗണ്ടേഷൻ ഇട്ടു, അതിന് ശേഷം ഞാൻ ഐ ഷാഡോ ഇടുകയാണ്. സോ ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഡേംഡോക്കിൻ്റെ ഫൗണ്ടേഷനാണ്. ഐ ഷാഡോ ആക്ച്വലി എല്ലായിടത്തേക്ക് പോകുമ്പോഴും ഞാൻ ഐ ഷാഡോ യൂസ് ചെയ്യാറുണ്ട്, ലൈക്ക് പുറത്ത് പോകുമ്പോൾ മാത്രം. ഫൗണ്ടേഷൻ നോർമലി യൂസ് ചെയ്യാറില്ല. ആൻഡ് ബ്ലഷ് എന്ന് പറയുമ്പോൾ ബ്ലഷ് അല്ല, ആക്ച്വലി ഐ ഷാഡോ പാലറ്റ് എന്നുള്ളൊരു കളറാണ് ഞാൻ ബ്ലഷായിട്ട് യൂസ് ചെയ്യണത്. പിന്നെ ഞാൻ മൂക്കിൽ എല്ലായിടത്തും ഇടാറുണ്ട്, ഒന്ന് തിളങ്ങട്ടെ എന്ന് വെച്ചിട്ട്. സോ അതിന് ശേഷം ഞാൻ ലിപ്പ് ലൈനർ ഞാൻ റീസെൻ്റായിട്ടാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ബിക്കോസ് ഞാൻ ഏത് വ്ളോഗ് നോക്കുമ്പോഴും എല്ലാവരും ലിപ്പ് ലൈനർ വാങ്ങിച്ചു, ലിപ്പ് ലൈനർ ഇതാണ്, ലിപ്പ് ലൈനർ റിവ്യൂസ് എല്ലാം ഞാൻ കണ്ടു. ആൻഡ് ഐ ട്രൈഡ് ദിസ് വൺ ആൻഡ് ഇറ്റ് വാസ് ആക്ച്വലി ഗുഡ് ഫോർ മീ. ഇറ്റ് ഈസ് ഡിഫൈനിങ്, നമ്മുടെ ലിപ്പിനൊരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാണ്. സോ ഈ ലിപ്സ്റ്റിക്ക് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ 4 വർഷമായിട്ട് വിതൗട്ട് ചേഞ്ചിങ് എല്ലാ ദിവസവും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക്, ആൻഡ് ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. പിന്നെ ലിപ് ഗ്ലോസ് ഞാൻ ഫ്രീക്വൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ഇപ്പോൾ ലാസ്റ്റ് വീക്ക് മുതൽ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ലിപ്പ് ലൈനർ ആൻഡ് ലിപ് ഗ്ലോസ്, ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി ഗുഡ്. എനിക്കിഷ്ടപ്പെട്ടു അത്. ഇനി നെക്സ്റ്റ് ഞാൻ ഐ ലൈനർ വിൽ ആക്ച്വലി ഡിഫൈൻ ആർ ഐസ്. ആക്ച്വലി ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യാറില്ല, ബിക്കോസ് എല്ലാ ദിവസവും നമ്മൾ ഈ ഐലൈനർ യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ നല്ലപുറം ഈ കറുപ്പ് വരും. സോ അതുകൊണ്ട് ഞാൻ ഐലൈനർ യൂസ് ചെയ്യാറില്ല, എവിടേക്കെങ്കിലും പോകുമ്പോൾ മാത്രമാണ് ഐലൈനർ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ എൻ്റെ മുടി, ഞാൻ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ എന്നെ തിരിഞ്ഞു നോക്കാത്തതുമായിട്ടുള്ളൊരു ഭാഗമാണ് എൻ്റെ മുടി. ബിക്കോസ് ഞാൻ എത്ര നോക്കിയാൽ പോലും എൻ്റെ ഹെയർ ലെങ്ത്ത് വെക്കുന്നില്ല, നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇറ്റ്സ് മൈ ആക്സസറീസ് ഞാൻ യൂസ് ചെയ്യണേ. എന്നും ഞാൻ യൂസ് ചെയ്യുന്ന സംഭവമാണ് എൻ്റെ ആ മാല ഞാൻ എല്ലായിടത്തും ഉപയോഗിക്കുന്നതാണ്. പിന്നെ എൻ്റെ റിങ്സ്, ഇതെല്ലാം എൻ്റെ കോമൺ ആണ്. ഏത് ഡ്രസ്സ് എടുത്താലും സെയിം തിങ് ആയിരിക്കും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോകുന്നത് മൂവിക്ക്. ഓക്കെ, ബൈ.